നോട്ട് ദ പോയിന്റിലേക്ക് സ്വാഗതം. സീറ്റുള്ള പശ്ചിമബംഗാൾ നിയമസഭയിൽ 208 സീറ്റുകൾ നേടിയാണ് BJP അധികാരത്തിലെത്തിയത്. ബംഗാളിൽ BJP തൃണമൂൽ കോൺഗ്രസിനെ തകർത്തു എന്ന് മാത്രമല്ല, തകർത്ത് തരിപ്പണമാക്കിയെന്ന് തന്നെ പറയാം. പാർട്ടിയിൽ തന്റെ പിൻഗാമിയായി മമതാ ബാനർജി ഉയർത്തിക്കാട്ടിയ അഭിഷേക് ബാനർജിയെ തെരുവിൽ കല്ലെറിയുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും രാഷ്ട്രീയമായി തകർത്തു എന്ന് മാത്രമല്ല, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ആരെ പ്രതിപക്ഷ നേതാവാക്കണം എന്നുകൂടി BJP തീരുമാനിച്ചു. തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ 80 MLA-മാരിൽ 59 പേരെയാണ് പിളർത്തിയത്. തീർന്നില്ല, ലോക്സഭയിൽ 28 MP-മാരിൽ 20 പേരും മമതയുടെയും അഭിഷേക് ബാനർജിയുടെയും നേതൃത്വത്തിനൊപ്പമല്ലെന്നറിയിച്ച് സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു. കല്യാൺ ബാനർജിയെ പോലുള്ള മമതാ ബാനർജിയുടെ വലം കൈയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള MP-മാർ വരെ വിമതപക്ഷത്തേക്ക് മാറി. രാജ്യസഭയിൽ 3 തൃണമൂൽ MP-മാരാണ് രാജിവെച്ചത്. മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിക്കെതിരെയുള്ള അതൃപ്തിയാണ് ഈ പിളർപ്പിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന വലിയ രാഷ്ട്രീയ നീക്കം ഇതൊന്നുമല്ല. അതാണ് നോട്ട് ദ പോയിന്റ് പറയുന്നത്. കണ്ണുചിമ്മി തുറക്കും നേരം കൊണ്ടാണ് പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയം മാറിയത്. 28 വർഷമായി നട്ടു നനച്ചു വളർത്തിയ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇതുപോലെ ഇല്ലാതായി പോകുമെന്ന് മമതാ ബാനർജി എന്ന തീപ്പൊരി നേതാവ് ഒരിക്കലും കരുതിയിരിക്കില്ല. തൃണമൂൽ കോൺഗ്രസിലെ കൊട്ടാര വിപ്ലവം മമതാ ബാനർജി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ നേതാവിൻ്റെ പൊളിറ്റിക്കൽ ലെഗസിയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു, തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇത്രയേറെ വെറുപ്പും ദേഷ്യവും പ്രതിഷേധവുമൊക്കെ മമതാ ബാനർജിയോട് എന്തുകൊണ്ട് ബംഗാളിലെ ജനങ്ങൾക്കുണ്ടായി? അധികാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കാൻ പോലും കരുത്തില്ലാത്ത രാഷ്ട്രീയ തകർച്ചയുടെ പടുകുഴിയിലേക്കാണ് മമതാ ബാനർജി വീണുപോയത്. തകർന്നു വീണ മമതാ ബാനർജിയോട് ഒരു രാഷ്ട്രീയ സഹകരണവും വേണ്ടെന്നാണ് CPM-ന്റെ തീരുമാനം. കോൺഗ്രസ് അഭയം നൽകുമോ എന്ന ചർച്ചകളും ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. വലിയ രാഷ്ട്രീയ വൈരത്തിൻ്റെ കൂടി കഥയാണ് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രം. കലാപങ്ങളും സംഘർഷങ്ങളും രക്തച്ചൊരിച്ചിലുകളുമൊക്കെയായി എഴുതപ്പെട്ട ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്ര നിഷ്കളങ്കമായ രാഷ്ട്രീയമൊന്നുമല്ല മമതാ ബാനർജി പയറ്റിയത്. ബംഗാളിൻ്റെ മണ്ണ് ഇന്ന് BJP ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന് വഴിയൊരുക്കിയത് മറ്റാരുമല്ല, അത് മമതാ ബാനർജി എന്ന തീപ്പൊരി നേതാവ് തന്നെയാണ്. കോൺഗ്രസ് വിട്ട് 1998-ൽ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച മമത NDA-യുമായി കൈകോർത്താണ് ബംഗാളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയത്. RSS പ്രവർത്തനം ശക്തമാക്കുമ്പോൾ അതിനോട് മമത കണ്ണടച്ചു. 2011-ൽ മമതയും തൃണമൂൽ കോൺഗ്രസും എന്താണോ ഇടതുപക്ഷത്തോട് ചെയ്തത്, അതാണ് ഇന്ന് BJP മമതയോട് ചെയ്യുന്നത്. हमारा वर्कर को हर रोज अरेस्ट कर रहा है, हमारा इलेक्टेड बॉडी को फंक्शन नहीं करने दे रहा है. अगर आप सच से जीतता, हिम्मत से जीतता, तो आप इतना अत्याचार नहीं करते, आप इतना जुलूम नहीं करते, आप जनता के लिए काम करते. लेकिन आप काम नहीं कर रहा है, आप जनता का साथ दुश्मनी कर रहा है. രാഷ്ട്രീയമായി വിജയിച്ചിട്ടും തൃണമൂൽ കോൺഗ്രസിനെ BJP എന്തിനാണ് ഇതുപോലെ വേട്ടയാടുന്നത്? എന്തിനാണ് ആ പാർട്ടിയെ ഇതുപോലെ പിളർത്തുന്നത്? അതിനുള്ള ഉത്തരം സമീപ ഭാവിയിൽ തന്നെ പാർലമെന്റിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിനും വനിതാ സംവരണത്തിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്. സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലുള്ള മറ്റൊരു ഭരണഘടനാ ഭേദഗതി ബില്ല് കൂടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ. മൂന്നാം മോദി സർക്കാരിൻ്റെ അഭിമാന പ്രശ്നമാണ് ഈ ബില്ലുകൾ. പൗരത്വ നിയമ ഭേദഗതിയും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തുകളഞ്ഞതും മുത്തലഖ് ബില്ലുമൊക്കെ രണ്ടാം മോദി സർക്കാരിൻ്റെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു. പാകിസ്ഥാനെതിരെ ബാലാക്കോട്ടിൽ നടത്തിയ മിന്നലാക്രമണവും അന്ന് BJP-യുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകമായി. 2024-ൽ കഷ്ടിച്ച് കടന്നുകൂടാനേ സാധിച്ചുള്ളൂവെങ്കിലും TDP-യെയും ഐക്യ ജനതാദളിനെയും ഒപ്പം നിർത്തി മോദിക്ക് വീണ്ടും പ്രധാനമന്ത്രിയാകാൻ സാധിച്ചു. പക്ഷേ 2029-ൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അവിടേക്കാണ് മണ്ഡല പുനർനിർണയവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും കൊണ്ടുവരുന്നത്. 2029-ലേക്കുള്ള ആ ലക്ഷ്യം നടക്കണമെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പിനും മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാകണം. ബില്ലുകൾ പാസ്സാകണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. അതെങ്ങനെ സാധിക്കും? कल हमारे पास संख्या बल नहीं था, लेकिन इसका मतलब ये नहीं है कि हम हार गए. 543 അംഗ ലോക്സഭയിൽ നിലവിൽ BJP-ക്കുള്ള സീറ്റുകളുടെ എണ്ണം 240.
NDAക്ക് 293 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. 3-2 ഭൂരിപക്ഷം ഉറപ്പാകണമെങ്കിൽ 360-ലധികം അംഗങ്ങളുടെ പിന്തുണ വേണം. 293-ൽ നിന്ന് 360-ലേക്കുള്ള ദൂരം നികത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ BJP ആരംഭിച്ചതാണ് ബംഗാളിൽ നമ്മൾ കാണുന്നത്. ഏപ്രിൽ മാസത്തിൽ വനിതാ സംവരണ ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നത് 528 അംഗങ്ങളായിരുന്നു. ഇതിൽ 230 പേർ ബില്ലിനെ എതിർത്തു, 298 പേർ ബില്ലിനെ അനുകൂലിച്ചു. 68 അംഗങ്ങളുടെ കുറവാണ് സർക്കാർ നേരിട്ടത്. ലോക്സഭയിൽ കൂറുമാറ്റം പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ 20 MPമാരും എത്താൻ പോകുന്നത് BJPയുടെ പോക്കറ്റിലേക്കാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് വിജയിയുടെ TVKക്ക് പിന്നാലെ പോയത് DMKയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. വാജ്പേയിയുടെ കാലത്ത് NDA സഖ്യകക്ഷിയായിരുന്ന DMKക്ക് അത്ര അകലെയൊന്നുമല്ല BJP എന്നത് ഇവിടെ പ്രസക്തമാണ്. ലോക്സഭയിൽ 22 അംഗങ്ങളുണ്ട് DMK. BJPയോട് സഹകരിക്കാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ DMKയും തയ്യാറായാൽ ഒറ്റയടിക്ക് 42 അംഗങ്ങളുടെ പിന്തുണയാണ് ലോക്സഭയിൽ NDAക്ക് കൂടുക. നിലവിലെ 293 എന്നത് 335 ഉയരും. ശിവസേന, ഉദ്ധവ് താക്കറെ, JMM ഉൾപ്പെടെയുള്ള ചെറു പാർട്ടികളെ കൂടി മാനേജ് ചെയ്താൽ ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ BJP നിസ്സാരമായി പാസാക്കിയെടുക്കും. സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വരാൻ പോവുകയാണ്. അതിനാൽ ഇപ്പോൾ നടക്കുന്നത് കേവലം തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കൽ മാത്രമല്ല, അത് വലിയ രാഷ്ട്രീയ നീക്കത്തിനായി BJP നടത്തുന്ന ചുവടുവയ്പ്പാണ്. മണ്ഡല പുനർനിർണയ ബില്ല് പാർലമെന്റിൽ പാസാക്കാനായാൽ നിലവിലെ ധാരണയനുസരിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിക്കാൻ പോകുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543-ൽ നിന്ന് 815 ഉയരും. കേരളത്തിൽ 20 എന്നത് 30. മണ്ഡലങ്ങൾ BJPക്ക് അനുകൂലമായി രാജ്യത്താകെ വെട്ടിമുറിക്കപ്പെടും. അങ്ങനെ 2029-ൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തും. നോക്കൂ, ഇതൊരു യുദ്ധസമാനമായ രാഷ്ട്രീയ നീക്കമാണ്. ഇത് BJPയുടെ ഗ്രാൻഡ് പൊളിറ്റിക്കൽ ഡിസൈനാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടത്. BJPയുടെ ഈ രാഷ്ട്രീയ നീക്കത്തെ പ്രതിരോധിക്കാൻ ഭൂതകാലത്തിന്റെ കുളിരിൽ മയങ്ങിക്കിടക്കുന്ന കോൺഗ്രസിന് സാധിക്കുമോ എന്നതാണ് നോട്ട് ദ പോയിന്റ് ഉയർത്തുന്ന ചോദ്യം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നോട്ട് ദ പോയിന്റ്.